ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ലൊരു ആവക്കാഡോ ഷേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഈ ആവക്കാഡോ ഷേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ആവക്കാഡോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ആവക്കാഡോ ആണ്. ഇത് നമുക്ക് 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആവക്കാഡോ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഒരു സൈഡ് ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് 2 പീസായിട്ട് ആവക്കാഡോ കിട്ടും. ഇതിൻ്റെ ഈ ഒരു സീഡ് എടുക്കാനും വളരെ എളുപ്പമാണ്. ഈ ഒരു കത്തി കൊണ്ട് തന്നെ ഈ സീഡും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള ആ ഒരു പൾപ്പ് ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു ബട്ടറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇത് ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ അവക്കാഡോ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് പഞ്ചസാര ചേർക്കാം. പക്ഷേ ആ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. 6 ലിറ്റർ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ പാല് ചേർക്കുന്നത്. പാല് ചേർക്കുമ്പോൾ തിളപ്പിച്ചാറിയ പാല് വേണം ചേർക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കവർ പാലാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചേർക്കാം. നമ്മുടെ ഈ ആവക്കാഡോ ഷേക്ക് തയ്യാറാക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്നത് ഈന്തപ്പഴം ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ചേർക്കാം. അതുപോലെ തന്നെ ഒരു പഴം ഉണ്ടെങ്കിൽ ആ ബനാനയും നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം ചേർക്കുമ്പോൾ നമ്മുടെ ആവക്കാഡോയുടെ ആ ഷേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അങ്ങ് മാറും. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആവക്കാഡോയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ചേരുവകൾ തന്നെ ധാരാളം മതിയാവും. കൂടുതലൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയും തിക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ആവക്കാഡോ ഷേക്ക് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ആവക്കാഡോ കൊണ്ട് നമുക്കൊരു 3-4 പേർക്കുള്ള ഷേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വീട്ടിൽ ആവക്കാഡോ ഒക്കെ വാങ്ങുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ആവക്കാഡോ ഷേക്ക് തയ്യാറാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.